കൊല്ലം കടക്കൽ ദേവി ക്ഷേത്രത്തിലെ വിപ്ലവ ഗാനാലാപനവുമായി ബന്ധപ്പെട്ട കേസിനെ നിയമപരമായി നേരിടും എന്ന് ഗായകൻ അലോഷി 24നോട്. ഇനിയും വേദികൾ നോക്കാതെ പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം പാട്ടുകൾ പാടും. കലാകാരന്മാർക്കെതിരെ കേസെടുക്കുന്ന പ്രവണത ശരിയല്ല എന്നും അലോഷിയുടെ പ്രതികരണം. പാട്ട് പാടുന്നത് കുറ്റകരമാണോ? സത്യത്തിൽ അല്ല. ഞങ്ങളുടെ ഒരു ജോലിയും ഞങ്ങളുടെ ഒരു പാഷനൊക്കെയാണ് ഈ പാട്ട് കല എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് വ്യക്തമായ നിലപാടുണ്ടല്ലോ. ഒരു വേദിയിലേക്ക് പോകുമ്പോൾ പാട്ട് പാടാനാണ് പോകുന്നത്. അതുമാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പം എല്ലാ കലാകാരന്മാരും പോലെ തന്നെയാണ് ഞാൻ. എനിക്ക് രാഷ്ട്രീയമൊക്കെ ഉണ്ട്. എന്നിരുന്നാലും മുന്നിലെ ആസ്വാദകരുടെ രാഷ്ട്രീയമൊന്നും ഞാൻ നോക്കാറില്ല. അവരാവശ്യപ്പെട്ട പാട്ടുകൾ അവർക്കെന്താണ് ഇഷ്ടം അത് ചെയ്യുക എന്നുള്ളതാണ്. അരുൺ പൂപ്പറമ്പയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ. അരുൺ, എന്താണ് അലോഷി വിശദീകരിക്കുന്ന നിലപാട്? അരുൺ, ഉന്മേഷ, കടക്കൽ ദേവീക്ഷേത്രത്തിലെ വിപ്ലവഗാന വിവാദവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ പരാതിയിൽ ഇന്നലെയാണ് അലോഷിയെ ഒന്നാം പ്രതിയായി പോലീസ് കേസെടുത്തത്. ഈ കേസിനെ നിയമപരമായി നേരിടും എന്നതാണ് അലോഷി ആദ്യമായി പറയുന്നത്. ഇതൊരു ശരിയായ പ്രവണതയല്ല. കലാകാരന്മാർക്കെതിരെ ഒരു പാട്ടുപാടിയതിന് കേസെടുത്ത ഒരു ശരിയായ പ്രവണതയല്ല. അവിടെ നേരത്തെ തന്നെ അലോഷി അതിന് നിലപാട് വ്യക്തമാക്കിയതാണ്. ആസ്വാദകരുടെ ആവശ്യപ്രകാരമാണ് എല്ലാ വേദികളിലും അങ്ങനെയാണ് പാട്ട് പാടാറുള്ളത്. കടക്കലിലും ആസ്വാദകർ അങ്ങനെ ഒരു വിപ്ലവ ഗാനം പാടണമെന്ന് ആവശ്യപ്പെട്ടു. അതേ തുടർന്നാണ് പാട്ട് പാടിയത്. അല്ലാതെ മറ്റെന്തെങ്കിലും വേദികൾ നോക്കിയല്ല പാട്ട് പാടാറുള്ളത് എന്നുകൂടി അലോഷി പറയുകയാണ്. അപ്പോൾ അങ്ങനെ ആസ്വാദകരുടെ ആവശ്യപ്രകാരം പാട്ട് പാടിയതിന് അതിൽ നിയമ നടപടി സ്വീകരിക്കുന്നത്, കേസെടുക്കുന്നതിന് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് നിലപാട്. അതിന് നിയമപരമായി നേരിടും എന്ന് പറയുകയും ചെയ്യുന്നു. ഇനിയും വേദികൾ നോക്കാതെ തന്നെ ഇവരുടെ ആസ്വാദകരുടെ ആവശ്യപ്രകാരം ഉള്ള പാട്ടുകൾ പാടും, അത് തുടരും എന്നതാണ് അലോഷി യാദത്തിന്റെ നിലപാട്. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്.